കോഴിക്കോട് പുതുപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനെ പ്രിൻസിപ്പൽ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. സിബിൻ ആന്റണി എന്ന അധ്യാപകനെയാണ് ഭീഷണിപ്പെടുത്തിയത്. അധ്യാപകന്റെ പല്ലടിച്ച് കുഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശം 24 ലഭിച്ചു. ഞാൻ പ്രിൻസിപ്പൾ അല്ലാന്ന് നിന്റെ വായിരിക്കുന്ന കേൾക്കുന്ന പെണ്ണുങ്ങളല്ല. അല്ല, ഞാൻ ഇന്ന് ചോദിച്ചത് ഞാൻ അറിഞ്ഞ കാര്യമാണ് ചോദിച്ചത്. അത്രേ ഉള്ളൂ. ഞാൻ നേരെ ചോദിക്കും. തോന്നിയ ദിവസം പറയാൻ അടിച്ച് ഞാൻ പല്ല് എന്നെ അടിച്ച് പല്ല് താഴെ പല്ല് താഴെ ഇടേണ്ട അവസ്ഥ വരും. കാരണം നീ വിളിച്ചിട്ടെന്താ എന്നെ പൊളിറ്റിക്സ് ഉൾപ്പെടുത്തുന്നത്. പിന്നെ തോന്നിയ ദിവസം പറഞ്ഞ് ഞാൻ എന്താ പറയേണ്ടത്? ഭാര്യയ്ക്ക് വർത്തമാനം നിനക്ക് നല്ലത്. എന്നെ തോന്നിയ ദിവസം ഞാൻ ചോദിക്കണം. നിന്റെ അടുത്ത് ഈ ചിലക്കേണ്ട ആവശ്യം എനിക്കില്ല. കേട്ടല്ലോ, ഭാര്യയ്ക്ക് വർത്തമാനം പറഞ്ഞു അടിച്ച് ഞാൻ പല്ല് താഴെ ഇടുമ്പോ താഴെ തന്നെ ഇടും. നിനക്ക് എന്താ പറയാനുള്ളത്? നീ പറയണ നേരിട്ട് വന്നിട്ട്. പ്രിൻസിപ്പൽ മോശമായി പെരുമാറുന്നുവെന്ന് കാണിച്ച അധ്യാപകരും വിദ്യാർത്ഥികളും പരാതി നൽകിയിരുന്നു. സ്കൂളിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നതായി PTA പ്രസിഡന്റും പറയുന്നുണ്ട്. സ്കൂളിലെ പ്രധാന അധ്യാപികയ്ക്കെതിരെ വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് വിദ്യാർത്ഥികളും അവിടുത്തെ അധ്യാപകരുമൊക്കെ വ്യക്തമാക്കുന്ന കാര്യം. അവിടുത്തെ PTA പ്രസിഡന്റ് തന്നെ പറയുന്നത് നിരവധി പരാതികൾ തങ്ങളെ ഒന്നും ഗൗനിക്കാതെയാണ് ഈ പ്രിൻസിപ്പൽ പ്രവർത്തിക്കുന്നത്. സ്കൂളിലെ വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ ഈ രക്ഷിതാക്കൾക്കോ ഒന്നും തന്നെ അവിടെ യാതൊരു വിലയും പ്രിൻസിപ്പൽ തരുന്നില്ല. എന്ത് കാര്യത്തിന് തങ്ങൾ പ്രിൻസിപ്പലിനെ സമീപിച്ചാലും ഒരു നിഷേധാത്മക നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഈ NSSുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ ഇതിന്റെ ചുമതലയുള്ള അധ്യാപകൻ സിബിൻ ആന്റണി പ്രിൻസിപ്പലിനെ വിളിച്ചപ്പോൾ അവരോട് പറഞ്ഞ കാര്യങ്ങളാണിപ്പോൾ, അതിന്റെ ഓഡിയോ ആണിപ്പോൾ നമ്മൾ പുറത്തുവിട്ടത്. പല്ലടിച്ചു കൊഴിക്കുമെന്നാണ് ഈ അധ്യാപകനോട് പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും ദിവസമായി സ്കൂളിൽ വ്യാപക പ്രതിഷേധം ഇവർക്കെതിരെ നടക്കുന്നുണ്ട്. ഇതിന് പിന്നാലെ അവർ സ്കൂളിലേക്ക് വന്നിട്ടില്ല. ഞാൻ അവരെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴും ലഭ്യമായിട്ടില്ല. ആദ്യം ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നീട് ബന്ധപ്പെട്ടപ്പോൾ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പ്രിൻസിപ്പൽ ഫോൺ എടുത്തിട്ടില്ല. ചില പിരിവുകൾ, അതായത് അനധികൃത പിരിവുകൾ ഈ പ്രിൻസിപ്പൽ സ്കൂളിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി PTA അടക്കം ആരോപിക്കുന്നുണ്ട്. അക്കാര്യം ചോദ്യം ചെയ്തപ്പോൾ നിഷേധാത്മക സമീപനമാണ് തങ്ങളോട് സ്വീകരിച്ചതെന്നും പറയുന്നു. സ്കൂളിൽ പാഠ്യേതര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങൾക്കും പ്രിൻസിപ്പൽ സഹകരിക്കാറില്ല എന്നും PTA ഭാരവാഹികൾ പറയുന്നുണ്ട്. അതായത് കുട്ടികൾക്ക് ഓണാഘോഷം സംഘടിപ്പിക്കാൻ അനുമതി നൽകിയിരുന്നില്ല, ടൂർ ഉണ്ടായിരുന്നില്ല, യാത്രയപ്പ് ഉണ്ടായിരുന്നില്ല, അങ്ങനെയുള്ള ചടങ്ങുകളൊന്നും സംഘടിപ്പിക്കാൻ അനുവദിക്കാറില്ല. കഴിഞ്ഞ കുറേ നാളായി ഈ പ്രിൻസിപ്പലിനെതിരെ സ്കൂളിലെ 900-ഓളം വരുന്ന വിദ്യാർത്ഥികൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാഠ്യേതര പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ പ്രിൻസിപ്പൽ വളരെ പിന്നോക്കം പോകുന്നു തുടങ്ങിയ പരാതികളൊക്കെയാണ് ഉന്നയിക്കുന്നത്. എന്തായാലും RDDക്കും വിജിലൻസിനും PTA പ്രസിഡന്റും മറ്റ് അധ്യാപകരും പരാതി നൽകിയിട്ടുണ്ട്. ഈ തെറിവിളി കേൾക്കേണ്ടി വന്ന അധ്യാപകരും RDDക്ക് പരാതി നൽകിയിട്ടുണ്ട്.